ക്രിക്കറ്റ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇപ്പൊ എല്ലാ ടീമും 2 കളി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൗണ്ട് 2 പവർ റാങ്കിങ്ങിലേക്ക് കടക്കാം. ഇപ്പൊ ചെന്നൈയും SRH മാത്രം 3 കളി കളിച്ചു എന്ന് മറക്കുന്നില്ല. പക്ഷെ നമ്മളിപ്പോ റൗണ്ട് 2 പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് പോയിന്റ് ടേബിൾ നോക്കാം. പോയിന്റ് ടേബിൾ ഇല്ല പോലെ ആയിരിക്കില്ല പവർ റാങ്കിങ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ആ കളിയുടെ കളിച്ച ഇമ്പാക്റ്റും മറ്റു കാരണങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും പവർ റാങ്കിങ് ഉണ്ടാവുക. പോയിന്റ് ടേബിൾ ഇപ്പൊ 10ാമത് CSK ആണ്. കളിച്ച 3 കളിയും പരാജയപ്പെടുത്തി അവർക്ക് പോയിന്റ് ഇല്ല. അവരുടെ നെറ്റ് റേറ്റ് -2.517. 9ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ള KKR ആണ്. 2 കളി കളിച്ച് 2ഉം പരാജയപ്പെട്ടു. അവരുടെ നെറ്റ് റേറ്റ് -1.964. 8ാം സ്ഥാനത്ത് GT ആവട്ടെ 2 കളി കളിച്ച് 2ഉം പരാജയപ്പെട്ട് -0.424. 7ാം സ്ഥാനത്ത് LSC കളിച്ച 2 കളിൽ ഒരു ജയം ഒരു പരാജയമായ 2 പോയിന്റോടുകൂടി -0.542. 6ാം സ്ഥാനത്ത് MI 2 കളി കളിച്ചു 1 പരാജയം 1 ജയം അങ്ങനെ 2 പോയിന്റോട് കൂടി -0.206. അവർ 6ാം സ്ഥാനത്തുണ്ടാകുമ്പോൾ SRH 5ാം സ്ഥാനത്ത് കളിച്ച 3 കളിയിൽ ഒരു ജയം 2 പരാജയം അങ്ങനെ അവർക്ക് 2 പോയിന്റാണ് 5ാം സ്ഥാനത്ത്. അവർക്ക് +0.275 ആണ്. പിന്നെ PB കേസിൽ BCയും രാജസ്ഥാനും RCBക്കൊക്കെ 4 വീതം പോയിന്റുകൾ. അവർ 1, 2, 3 സ്ഥാനങ്ങളിലുണ്ട്. RCB ആണ് 1ാം സ്ഥാനത്ത് +2.501. രാജസ്ഥാൻ 2ാമത് +2.233. 3ാമത് DC, 4ാമത് PBKS. അപ്പൊ പവർ റാങ്കിങ്ങിലേക്ക് വന്നാൽ 10ാം സ്ഥാനത്ത് നമ്മളിപ്പോ കാണുന്നത് CSKനെ തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സ്ക്വാഡ് അനലൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലൊക്കെ പറയുന്നതാണ് അവർക്ക് ബൗളിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ടിം ഡേവിഡ് ഒറ്റക്ക് കാണിച്ചു തന്നു. ഒരു പവർ പ്ലേയിൽ 6 ഓവറിൽ 51 എന്ന ടീമാണ് ഇന്നലെ 250 റൺസിലേക്ക് പോകുന്നത്. ജേമി ഓട്ടനൊക്കെ 30 റൺസാണ് വാങ്ങിയത്. അവരുടെ ബോളിംഗ് വിശ്വസ്തനായ ഹെൻറിക്ക് നല്ല റൺസ് കിട്ടുന്നുണ്ട്. ഇപ്പോ ഖലീൽ അഹമ്മദ് മാത്രമാണ് ഒരു അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം. ബാക്കി എല്ലാ പ്ലേയേഴ്സിനും അടി കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്റിംഗിന്റെ കാര്യത്തിലൊക്കെ ഇൻകൺസിസ്റ്റന്റ് ബാറ്റിംഗ് അല്ലേ. സഞ്ജു കേക്കോ ഇതുവരെ ഫോം ആയിട്ടില്ല. ആയുഷ് മാത്രം ഒരു കളി കളിച്ചൊന്നും ശരിയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റില്ല. ശിവൻ ദുബെ കൺസിസ്റ്റന്റ് കളിക്കുന്നുണ്ടോ ഇല്ല. അപ്പോ സർഫറാസ് ഖാൻ മാത്രമാണ് കുറച്ചു കളിക്കുന്നത്. കാർത്തിക് ശർമ്മയും പ്രശാന്ത് 2 പേരും അവരേത് പ്രതീക്ഷയോട് എടുത്ത പ്ലെയർ ആണ്. പക്ഷെ 2 പേരും ഫ്ലോപ്പിലാണ്. ഇപ്പൊ കാർത്തിക് ശർമ്മ കഴിഞ്ഞ 3 കളിയും ക്ലിക്ക് ആയിട്ടില്ല. പ്രശാന്ത് പേര് ഇന്നലെ കുറച്ചൊരു കമ്മി കളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 30 ബോൾ 43 റൺസ്. ഇനിയിപ്പോ ബ്രവിസ് വന്നാൽ അല്പം കൂടി ബാറ്റിംഗിൽ കുറച്ചുകൂടി പവർ. ബാറ്റിംഗിൽ അവരിപ്പോ റൺസ് എടുത്തിട്ടുണ്ട്. 200 റൺസ് എടുത്ത് ഇന്നൊന്നും മറക്കുന്നില്ല. പക്ഷേ ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഇപ്പൊ നേതാൻ എൽവിസ് റോൾഡ് ഔട്ട് ആയ ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. പക്ഷെ എൽവിസിനൊക്കെ അടി കിട്ടുന്നുണ്ട്. അദ്ദേഹം അത്ര മികച്ച ബോളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് പകരം വന്ന പ്ലെയറായ സ്പെൻസർ ജോൺസൺ അവരെടുത്തത്. സ്പെൻസർ ജോൺസൺ T20 ക്രിക്കറ്റ് ഒക്കെ അടി അങ്ങോട്ട് വാങ്ങിയിട്ട് നിൽക്കുന്ന പ്ലെയർ ആണ്. അദ്ദേഹം ഇപ്പോ ഇഞ്ചുറി ആയിട്ട് റീഹാബിലിറ്റേഷനും കൂടെ കടന്നുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ഇവര് റീപ്ലേസ്മെന്റ് ആയിട്ട് എടുത്തത്. എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോ CSKക്ക് ഇത്തവണ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ 10ാം സ്ഥാനത്താണ് ഇപ്പോൾ കാണുന്നത്. 9ാം സ്ഥാനത്ത് നമ്മൾ കൊൽക്കത്തയെ കാണുന്നു. കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ട് കൊൽക്കത്ത 9ാമത്? കൊൽക്കത്തക്ക് പ്രശ്നങ്ങളില്ലേ? ബൗളിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്, ബാറ്റിംഗിൽ പ്രശ്നങ്ങളുണ്ട്. ബാറ്റിംഗിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാനുള്ള കാരണം ഇപ്പൊ അവരുടെ ഇൻകൺസിസ്റ്റന്റ് ആണ് ഒരു ബാറ്റേഴ്സ്. ഇപ്പൊ രഹാനെ ഫോമിലല്ല. പിന്നെ ആദ്യം പവർ ഒരു 2-3 ഓവർ മിനിറ്റ് അടിച്ച് ഔട്ട് ആവുന്ന പ്ലെയറായി മാറിയിട്ടുണ്ട്. അദ്ദേഹം അടിക്കുന്നില്ല അറിയുന്നില്ല. അദ്ദേഹം എല്ലാ കളിയും 10 റൺ എടുക്കുന്നത് ഒരു 15 ബോൾ 12 ബോളൊക്കെ. പക്ഷെ ഗ്രീസിൽ നിൽക്കാൻ പറ്റുന്നില്ല. രഘുവൻഷി മാത്രമാണ് കളിക്കുന്നത്. പിന്നെ ക്യാമറോൺ ഗ്രീൻ അവർ ഏറെ പ്രതീക്ഷയോട് കൂടി പോയ പ്ലെയറാണ് ക്യാമറോൺ ഗ്രീൻ. അദ്ദേഹം എന്താണ് കളിക്കുന്നത്? അദ്ദേഹം മുംബൈക്കെതിരെ 18 റൺസാണ് എടുത്തത്. ഇന്നലെ അദ്ദേഹം എടുക്കുന്നത് 2 റൺസാണ് ഗ്രീൻ എടുക്കുന്നത്. അപ്പൊ ഗ്രീനിന്റെ പ്രൈസ് ടാഗ് പ്രഷർ ഉണ്ട്. ഗ്രീൻ ഫോം ആവുന്നില്ല. അതായിരിക്കും പ്രഷറാണ്. പിന്നെ രമൺദീപ് സിംഗ് ഫോമല്ല. അവരെ ഫിനിഷർ ഫോമിലല്ല. അതിന് വരെ എന്ത് മാറ്റങ്ങൾ ചെയ്യും? മനീഷ് പാണ്ഡെ കൊണ്ടിരുന്ന വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ റിങ്കു ഫിനിഷറായിട്ട് വരേണ്ടി വരും. ഇപ്പൊ ഗ്രീൻ വരെ പൗല് കളിക്കുമോ എന്നും അറിയില്ല. പിന്നെ ബൗളിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വരുൺ ചക്രവർത്തി ഫോമിലല്ല. സുനിൽ നരേൻ ഒന്നും ഫോമിലേക്ക് വന്നിട്ടില്ല. വൈഭവ് അറൽ മലോണ റൺ ചെയ്തിട്ട് മുസറബാനിക്ക് അടി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഷഫിൾ ചെയ്ത് പോകുന്ന ടീമാണ്. KKR ഇന്ന് PBKS എതിരെ കളിക്കുന്നുണ്ട്. അവരുടെ 3ാമത്തെ കളി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പൊ കൊൽക്കത്തക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ 9ാം സ്ഥാനത്ത്. കഴിഞ്ഞ പറഞ്ഞ കൊൽക്കത്ത 7ാം സ്ഥാനത്തായിരുന്നു കേട്ടോ. 8ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്. കഴിഞ്ഞ പവർ റാങ്കിൽ 5ാമതിലെ ടീമാണ് GT. എന്തുകൊണ്ട് 8ാമത്? GT കളിച്ച 2 കളിയും പൊട്ടി. കഴിഞ്ഞ കളി അവരിപ്പോ ഗില്ല് കളിച്ചിട്ട് ശരിയാണ്. പക്ഷെ അതിന്റെ ബാക്കി പ്ലേയേഴ്സ് ഇപ്പൊ സുദർശൻ ആരാണ് ഫോം? ഫിലിപ്സ് ഫോമിലില്ല. ബട്ട്ലർ ഒന്ന് ചെറിയൊരു ഫോമിലേക്ക് വന്നു ചോദിച്ചല്ലോ. അദ്ദേഹം ഫോമിലായിട്ടില്ല. പിന്നെ ഇപ്പൊ
വാഷിംഗ്ടൺ സുന്ദർ ഫോമിലല്ല, രാഹുൽ തെവാട്ടെ ഫോമിലല്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബൗളിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ജി ടി വരുമോ എന്ന് അറിയില്ല. ജി ടിന് ഇപ്പൊ നമ്മള് 8ാം സ്ഥാനത്താണുമ്പോ 7ാം സ്ഥാനത്താണ് നമ്മള് LSG കാണുന്നത്. LSG കഴിഞ്ഞ പവർ റാങ്കിൽ 9ാമായിരുന്നു, ഇത്തവണ 7ാമത്. എന്തുകൊണ്ട് 7ാമത് LSG? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ LSG ഇപ്പോ കഴിഞ്ഞ കളി ഇന്നലെ SRH പൊട്ടിച്ചു. SRH 10 ഓവറിൽ വെറും 35 റൺസ് മാത്രമേ ഉണ്ടായിരുന്നു, 4 വിക്കറ്റ് നഷ്ടത്തില്. പിന്നെ അവർ 186 പോയി. മറുപടി ബാറ്റിംഗ് LSG പ്രശ്നങ്ങളുണ്ട്. അവരുടെ ബാറ്റേഴ്സ് ഒക്കെ ഒന്ന് ഫോം ആയിട്ടില്ല. ഇപ്പൊ മാർക്കർ ഇന്നലെ കളിച്ചിട്ടുണ്ട്, ശരിയാണ്, അതേ ഫോമിൽ തന്നെയാണ്, സംശയമില്ല. പന്ത് ഇന്നലെ കളിച്ചു, അതിനുമ്പത്തെ 2 ഫോം ഔട്ടാണ്. എനിക്ക് 2 കളിയും ഫോം ഔട്ടാണ്. മിച്ചൽ മാഷ് ഫോമിലല്ല. ഒരുപാട് പ്രശ്നങ്ങൾ അതിരിക്കുന്നുണ്ട്. ബൗളിംഗിൽ ശരി ഇന്നലെ തുടക്കം ഗംഭീര കിടന്നു, പക്ഷെ അവസാനം കുറച്ച് അടി കിട്ടിയില്ലേ. മിഡിൽ ഫേസിലേക്ക് അടി കിട്ടി. 10 മുതൽ 16 ഓവർ വരെ 6 ഓവറിൽ SRH അടിച്ച് പൊട്ടിച്ചില്ലേ. പ്രത്യേകിച്ച് ക്ലാസിന്റെ ഒക്കെ അടി കിട്ടി അങ്ങനെ ഇതായി പോയില്ലേ. അപ്പോ പിന്നെ ജെയ്സ് ചെയ്യുമ്പോ ഋഷഭ് പന്ത് ഉത്തരവാദിത്തത്തിൽ ജെയ്സ് ചെയ്തിട്ടുണ്ട്. LSG ഇപ്പൊ 7ാം സ്ഥാനത്ത് കാണുന്നുണ്ട് നമ്മള്. 6ാം സ്ഥാനത്താണ് SRH അതിനോട് പൊട്ടി, ശരിയാണ്. SRH നിന്ന് എന്തുകൊണ്ട് നമ്മൾ 6ാം സ്ഥാനം കൊടുക്കുന്നു? SRH ഇപ്പോ കളിച്ച 3 കളി ജയിച്ച് 2 കളി പരാജയപ്പെട്ടു. പക്ഷെ അവര് കൊൽക്കത്തക്കെതിരെ 226 റൺസ് അടിച്ചു. മുംബൈക്ക് RCBക്കെതിരെ 209 റൺസ് അടിച്ചു. ഇന്നലെ 186 റൺസ് അടിച്ചു. അവർക്ക് ബൗളിംഗിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്നലത്തെ കളിയും കൊൽക്കത്തന്റെ അത്ര കളി കണ്ടവരെ ബൗളിംഗ് ഇപ്പോൾ ക്ലിക്കായി വരുന്നത് തോന്നലുണ്ട്. ഇന്നലെ തോറ്റിട്ടുണ്ട്. പക്ഷേ പാറ്റ് കമ്മിൻസിലൊക്കെ ഒരു ഏവറേജ് ബൗളിംഗ് നിര, ഹർഷൽ പട്ടേൽ, ജയദേവ് ഉണർക്കട്ട്, ഹർഷ് ദുബെ, ശിവൻകുമാർ ഇങ്ങനെ നടക്കുന്ന ബൗളിംഗ് നിര അത്ര മോശമായിട്ടൊന്നല്ല ഇപ്പൊ കളിക്കുന്നത്. നല്ല വൃത്തി കളിക്കുന്നുണ്ട്. ബാറ്റിംഗ് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഫോം ഔട്ടാണ്. ഇഷാൻ കിഷാൻ ഇന്നലെ കളിച്ചിട്ടില്ല, ശരിയാണ്. പക്ഷെ അതേ ഫോമിൽ തന്നെ ക്ലാസ്സിനൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നില്ലേ. നിതീഷ് കുമാർ റെഡ്ഡി ഫോമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ലിയാം ലിവിങ്സ്റ്റൺ ഒരു കളിയായിട്ടുള്ളൂ. അനികേ ധർമ്മ ഫോമിൽ തന്നെയാണ്. അതുകൊണ്ട് സൺറൈസേഴ്സ് ഇപ്പൊ കമ്മിൻസോട് വന്നവര് കുറച്ചും കൂടി മികച്ച ടീം ആവാൻ ചാൻസ് ഉണ്ട്. SRH നമ്മൾ 6ാം സ്ഥാനം കൊടുക്കുന്നു. 5ാം സ്ഥാനത്തേക്ക് വന്നാൽ രാജസ്ഥാൻ റോയൽസ് ആണ്. കളിച്ച 2 കളിയും രാജസ്ഥാൻ ജയിച്ചിട്ടുണ്ട്. ചെന്നൈനെ അവർ പൊട്ടിച്ചു, ഗുജറാത്തിനെയും പൊട്ടിച്ചു. ചെന്നൈക്കെതിരെ വൈഭവ് സൂര്യവംശിയുടെ വൈഭവവും താണ്ഡവം. RRനെതിരെ GTക്കെതിരെ ജയ്സ്വാളിന്റെ ഒരു മികച്ച പ്രകടനം കണ്ടു. പിന്നെ അവരുടെ ബോളിംഗ് തുഷാർ ദേശ്പാണ്ഡെ, ജോഫ്രെ ആർച്ചർ വരുന്ന സ്പെല്ലുണ്ടല്ലോ 19-20, അതെടുത്ത് പറയേണ്ട ഒന്നാണ്. GT റാഷിദ് ഖാൻ ഗ്രീസിലുണ്ടപ്പോ റാഷിദ് ഖാനെ തോൽപ്പിച്ച് ഔട്ടാക്കിയെന്ന് മാത്രമല്ല 3 റൺസാണ് ആർച്ചർ കൊടുത്തത്, ദേശ്പാണ്ഡെ 4 റൺസാണ് കൊടുത്തത്. അങ്ങനെയൊക്കെ അവർ ക്ലിക്ക് ആവുന്നുണ്ട്. അപ്പോ രാജസ്ഥാൻ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. രാജസ്ഥാൻ ഇപ്പോ 5ാം സ്ഥാനത്ത് കാണുന്നു. 4ാം സ്ഥാനത്ത് നമ്മൾ കാണുന്ന ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. നമ്മുടെ പവർ റാങ്കിങ്ങില് മുംബൈ 1ാം സ്ഥാനത്തായിരുന്നു ആദ്യത്തെ 2 പവർ റാങ്കിങ്ങിലും. മുംബൈ ഇപ്പൊ എന്തുകൊണ്ട് 4ാമതേക്ക് പോയി? മുംബൈ എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ മുംബൈയിൽ ഇപ്പോ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഇപ്പൊ ബൗളിങ്ങിലും ബാറ്റിംഗും ഒക്കെ അല്പം ചെറിയ കൺഫ്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തിലക് വർമ്മ 2 കളിയും ക്ലിക്കായിട്ടില്ല. പിന്നെ നമ്മുടെ ഹിപ്പൻ 2 കളിയും ഫോം ആയിട്ടുണ്ട് എന്ന് മറക്കുന്നില്ല. റയാൻ റിക്കിൾട്ടൻ കഴിഞ്ഞ കളികൾ വലിയ ഫോമിൽ തന്നെയല്ല. പിന്നെ ഇപ്പൊ സൂര്യകുമാർ കഴിഞ്ഞ കളി വെച്ച് ഇന്നത്തെ കളി കളിച്ചിട്ടില്ല. ഹാർദിക് പാണ്ഡ്യക്ക് ഇപ്പോ കഴിഞ്ഞ കളി ഇറങ്ങിയിട്ടില്ല, ഇതൊന്നും മറക്കുന്നില്ല നമ്മള്. പക്ഷെ ബൗളിംഗിൽ ഇപ്പൊ ബുംറ മാത്രമേ കുറച്ചും കൂടി കാക്കൂറൊക്കെ റൺസ് വിടുന്നുണ്ട്, ചഹർ വിട്ട് കൊടുക്കുന്നുണ്ട്. ബോൾട്ട് പഴയ ഫോമിലില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മുംബൈക്കുണ്ട്. പക്ഷെ മുംബൈനെ എഴുതി തള്ളുന്നില്ല. കിരീട സാധ്യത നല്ലോണം ചാൻസിലെ ടീമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ 4ാം സ്ഥാനത്താണ് MI കാണുന്നത്. 3ാം സ്ഥാനത്ത് DC. സമീർ റിസ്വിയുടെ പ്രകടനം കൊണ്ട് DC ജയിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ. ബാറ്റിംഗിൽ KL രാഹുലും 10 നിസാങ്കും ഫോമിലല്ലേ. രാഹുൽ 2 കളി ഫോമില്, നിസാങ്ക് കഴിഞ്ഞ കളി ഒരു അല്പം കളിച്ചു എന്ന് മറക്കുന്നില്ല. പിന്നെ നമ്മുടെ നിതീഷ് റാണ 2 കളിയും ഫോം ഔട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ കളി റൺഔട്ട് ആവുകയാണ് ചെയ്തത്. പക്ഷെ സമീർ റിസ്വി മുംബൈ ബോളേഴ്സിന് എടുത്തിട്ട് അടിക്കുന്നതിൽ 51 പന്തിൽ 90 റൺസ്. അദ്ദേഹത്തിനാണ് ഇപ്പൊ ഓറഞ്ച് ക്യാപ്പ്. അദ്ദേഹം ഇപ്പൊ നല്ല ഫോമിലാണ്. കൺസിക്യൂട്ടീവ് ആയിട്ട് 50 മാൻ ഓഫ് ദി മാച്ച് ഒക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് അദ്ദേഹം. പിന്നെ അവരുടെ ബോളേഴ്സിന്റെ കാര്യം എല്ലാരും നല്ല രീതിയിൽ തന്നെ എരിവുണ്ടല്ലോ ബൗളിങ്ങില്. അപ്പൊ അക്ഷർ പട്ടേൽ ആയാലും കുൽദീപ് യാദവ് ആയാലും നട്രാജൻ ആയാലും മുൻജി എൻജിയുടെ ഒക്കെ നല്ല പ്രകടനമല്ലേ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല ചാൻസ് ഉണ്ട്. പിന്നെ മില്ലറും സ്റ്റെപ്സിനെ പോലത്തെ താരങ്ങളുണ്ട്. അപ്പൊ ഡൽഹിനെ എല്ലാവരും എഴുതി താഴെ നിൽക്കണ്ട. ഡൽഹി തവണ കിരീട നേട്ടത്തിൽ ഫേവറേറ്റ്സ് തന്നെയാണ്. 2ാം സ്ഥാനത്ത് RCB മികച്ച ടീമാണിപ്പോ. പഴയ RCB ഒന്നും അല്ല. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും RCB 2ാമാണ്, ഇത്തവണയും 2ാമത് തന്നെയാണ്. RCBയുടെ കാര്യത്തിലേക്ക് വന്നാൽ RCB ഇപ്പോ കഴിഞ്ഞ കളി ഇന്നലെ ചെന്നൈനെ അവർ അനായാസം പരാജയപ്പെടുത്തി. ചെന്നൈക്ക് 200 റൺസ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർ 250 റൺസ് അടിച്ച് 200 റൺസിലേക്ക് എത്തി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റൺ ഒഴുകുമെന്ന കാര്യം നമ്മൾ ഓർക്കണം. അവരുടെ ബാറ്റിംഗ് നോക്കണം.
സാൾട്ട് ഫോമിലാണ്, കോഹ്ലി ഫോമിലാണ്, ദേവദത്ത് പടിക്കൽ ഫോമിലാണ്, പട്ടിദാര ഫോമിലാണ്, ഡേവിഡ് ഫോമിലാണ്. എല്ലാവരും ഫോമിൽ തന്നെയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് RCB ഇത്തവണ കിഡിലൻ ടീമാണ്. ബൗളിംഗിൽ എടുത്തു പറയേണ്ടത് ഭുവനേശ്വർ കുമാറും ജേക്കബ് ഡെഫിയും. ഹേസിൽവുഡ് പുറത്തുണ്ട്. ഹേസിൽവുഡ് കൂടി വന്നാൽ ഒരു അല്പം കൂടി സ്ട്രോങ് ആവും. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ സുയാഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും ഒക്കെ നല്ല രീതിയിൽ തന്നെ എറിയുന്നുണ്ട്. അപ്പൊ RCB ഇത്തവണ കിരീട നേട്ടത്തിൽ ഒന്നും കൂടി പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഒന്നാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് പഞ്ചാബ് കിങ്സിനെയാണ്. ഈ IPL ഏറ്റവും കിടിലം സ്ട്രെങ്ത്തും ഡെപ്തും ഒക്കെ ഉള്ള സ്ക്വാഡ് PBKസിനാണ് വേണമെങ്കിൽ പറയാം. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡ്. ബാറ്റിംഗും ബൗളിംഗും ഒക്കെ ഒരുപോലെ തന്നെയുള്ള ടീമാണ് PBKസ്. അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ അവർ ഇത്തവണ കിരീടത്തിലേക്ക് പോകുമെന്ന് അവർ ആരാധകർ വിശ്വസിക്കുന്നത്. അത്രയും നല്ല ടീമുണ്ട് അവർക്ക്. ഇപ്പൊ പ്രിയാൻ ഷാരിയും പ്രപ്സിമ്രാനും ഒക്കെ ഫോമിൽ തന്നെയാണ്. പിന്നെ അയ്യർ ദ ഗ്രേറ്റ് ഫോമിലല്ലേ, സൂപ്പർ ദ കൂപ്പർ കണോളി ഫോമിലായിട്ടുണ്ട്. പിന്നെ സ്റ്റോയിനസും ശശാങ്കും ബദേരിയും യാൻസണും ബാട്ട്ലറ്റും അടങ്ങുന്ന കിടിലൻ സ്ട്രെങ്ത് ഉള്ള സ്ക്വാഡ്. ബൗളിംഗിൽ വിജയകുമാർ വൈശാഖ് നല്ല ഫോമിലാണ്. യശ്വന്ത് ചഹൽ നല്ല ഫോമിലല്ലേ. ഹർഷദീപ് നല്ല ഫോമിലാണ്. അങ്ങനെ അവരെല്ലാവരും മികച്ച രീതിയിൽ കളിക്കുമ്പോൾ അവർ കിരീടത്തിലേക്ക് പോകുമെന്ന് ഒരു ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പവർ റാങ്കിലും PBKs ഒന്നാമത് തന്നെയാണ്. നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. 10ാമത് CSK, 9ാമത് KKR, 8ാമത് GT, 7ാമത് LSG, 6ാമത് SRH, 5ാമത് രാജസ്ഥാൻ, 4ാമത് MI, 3ാമത് DC, 2ാമത് RCB, 1ാമത് PBKs. അപ്പോ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.